കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഇഡി അന്വേഷണത്തിൽ ഭയമില്ലെന്ന് കെ രാധാകൃഷ്ണൻ എം.പി. സമൻസിന് പിന്നിൽ ബിജെപിയുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള നീക്കമെന്നാണ് വിമർശനം. മൊഴിയെടുക്കാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിൽ ഏത് കേസെന്നില്ല. വ്യക്തിപരമായ സ്വത്തിന്റെ ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെട്ടു. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ഹാജരാകാമെന്ന് രേഖാമൂലം അറിയിച്ചതായും കെ രാധാകൃഷ്ണൻ എം.പി. പറഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അതിവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യമാണ്. നമുക്കതിനെ സംബന്ധിച്ച് ഏത് അന്വേഷണത്തെയും നേരിടാൻ ഒരു ഭയമില്ല. ഏതന്വേഷണം വരട്ടെ. അല്ലാതെ കരുവന്നൂർ കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും, അല്ലെങ്കിൽ കരുവന്നൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന് ഹാജരാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റ് പല കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ നിശ്ചയിക്കുന്ന ഏതാ ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്കും കൂടി സൗകര്യപ്രദമായിട്ടുള്ള ദിവസമായിരിക്കും പാർലമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം. പാർലമെൻറ്റ് കഴിഞ്ഞ ഉടനെ പാർട്ടി സമ്മേളനമാണ് മധുരയിൽ. അത് 6-ാം തീയതി വരെയുണ്ട്. അതിനുശേഷം ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് പോകാൻ കഴിയും. ജെയ്സൺ ചാവളപ്പിൽ ചേരുന്നു നമുക്കൊപ്പം. ജെയ്സൺ ചാവളപ്പിൽ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡി കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് എം.പി. ഉൾപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ്? സുജിയ, കഴിഞ്ഞ കുറെ നാളുകളായി കരുവന്നൂർ വിഷയം വളരെ നിശബ്ദമായിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് സജീവമാകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. കെ രാധാകൃഷ്ണൻ എം.പി.ക്ക് നോട്ടീസ് നൽകിയതിന് പിന്നിൽ CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു നീണ്ടകാലം കെ രാധാകൃഷ്ണൻ. ആ കാലത്തെ കൂടി കണക്കുകൾ കരുവന്നൂരുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ CPM ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഉൾപ്പെടെ പരിശോധിക്കുക എന്നതായിരിക്കാം ഒരുപക്ഷെ ഇഡിയുടെ ഇപ്പോൾ സമൻസ് നൽകി വിളിപ്പിച്ചതിനുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണന്റെ വ്യക്തിപരമായ സ്വത്ത് സമ്പാദ്യങ്ങളുടെ കണക്കുകളും രേഖകളും ഹാജരാക്കാനാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ട് തന്നെ കെ രാധാകൃഷ്ണൻ ഇഡിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ലോക പാർലമെന്റ് സമ്മേളനം നടക്കുന്ന പശ്ചാത്തലത്തിൽ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഹാജരാകാൻ കഴിയില്ല. അത് തന്നെ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടി സമ്മേളനം കഴിഞ്ഞാൽ ഏത് സമയത്ത് ഹാജരാകാൻ തയ്യാറാണ്, യാതൊരു ഭയവുമില്ല. ഇത് സംബന്ധിച്ച എന്ത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കരുവന്നൂർ വിഷയം വീണ്ടും സജീവമായി വരുന്നതിന്റെ ചില ലക്ഷണങ്ങൾ കൂടി കാണുന്നുണ്ട്. സുജിയ. ഓക്കെ, ജെയ്സൺ ചാമുളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.